मेरे प्यारे बच्चों सालम ഓൺലൈൻ ഹിന്ദി ക്ലാസ് में सबका स्वागत करता हूं. എല്ലാ മക്കളും അടിപൊളിയല്ലേ? യെസ്, വളരെ പ്രധാനപ്പെട്ട നമ്മുടെ ഒരു അപ്ഡേറ്റ് ഒക്കെ വന്നിട്ടുണ്ട്. എന്താണ് അപ്ഡേറ്റ്? യെസ്, നമ്മുടെ ഓണ പരീക്ഷ ഇങ്ങ് അടുത്തെത്തി എന്ന് പറഞ്ഞാൽ ഇനി ഏകദേശം ഒരാഴ്ച മാത്രമേ നമ്മുടെ മുന്നിലുള്ളൂ നമ്മുടെ ഹിന്ദിയുടെ എക്സാം വരാനായിട്ട്. അപ്പൊ പേടിയുണ്ടോ? പേടിയുണ്ടെങ്കിൽ ആ പേടിയൊക്കെ മാറ്റി വെച്ച് നല്ല അടിപൊളിയായിട്ട് സാർജി ക്ലാസ്സിൽ നിങ്ങളിൽ നിൽക്കുക എന്നുള്ളതാണ് ആദ്യം തന്നെ പറയാനുള്ളത്. അപ്പൊ നമുക്കറിയാം നമ്മുടെ ആദ്യത്തെ യൂണിറ്റ് ആയിരുന്നു 10 അല്ലേ, ഇലകൾ എന്നുള്ള മനോഹരമായിട്ടുള്ള ഒന്നാമത്തെ യൂണിറ്റ് ആയിരുന്നു. നമ്മൾ അടിപൊളിയായിട്ട് പഠിച്ചിട്ടൊക്കെ ഉണ്ട്, യൂട്യൂബിലൊക്കെ നമ്മൾ അതിന്റെ ലൈവ് ഒക്കെ പോയതാണ്. അപ്പൊ അതിൽ ആദ്യത്തെ പാഠഭാഗമായിരുന്നു പേഡ് എന്നുള്ള മനോഹരമായിട്ടുള്ള പാഠഭാഗം അല്ലേ, അത് നമ്മൾ അടിപൊളിയായിട്ട് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതേപോലെ രണ്ടാമത്തെ പാഠഭാഗമാണ് ജൂലിയ ഓർ ലൂണ എന്ന് പറയുന്ന മനോഹരമായിട്ടുള്ള നേഹ സിംഹിന്റെ മനോഹരമായിട്ടുള്ള ഒരു കഹാനി. അത് നമ്മൾ അടിപൊളിയായിട്ട് നമ്മൾ എന്ത് ചെയ്തു, പഠിച്ചു കഴിഞ്ഞിട്ടുണ്ട്. അപ്പൊ അതിൽ വളരെ പ്രധാനപ്പെട്ട ഈ വരുന്ന ഓണ പരീക്ഷയിൽ ചോദിക്കുന്ന ഒരു ചോദ്യമാണ് അനസാർ ഡിസ്കസ് ചെയ്യുന്നത്. 100% ഷുവർ ക്വസ്റ്റ്യൻ ആണ്. എൻ്റെ എല്ലാ മക്കളും കൃത്യമായിട്ട് ഇത് ശ്രദ്ധിച്ചോളൂ. നമുക്ക് നോക്കാം എന്തായിരിക്കും ആ ചോദ്യം എന്നുള്ളത്. വളരെ മനോഹരമായിട്ടുള്ളൊരു ചോദ്യമാണ്. നിങ്ങൾ സിമ്പിളായിട്ട് ശ്രദ്ധിച്ചിരുന്നാൽ നിങ്ങൾക്ക് മനസ്സിലാവും. നമ്മുടെ പേജ് നമ്പർ 19 നമുക്ക് ചോദിച്ച ഒരു ചോദ്യം തന്നെയാണ് പരീക്ഷയിൽ നമുക്ക് എന്ത് ചെയ്യും, ചോദിക്കും. അപ്പൊ തെയ്യാർ കരേ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. എന്താ തെയ്യാർ കരേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ നമുക്ക് ഡൗട്ട് ഒന്നുമില്ല, തയ്യാറാക്കുക. അതിൽ തന്നെ ഉണ്ട് അല്ലേ അതിന്റെ മീനിങ്, തയ്യാറാക്കുക. അപ്പൊ എന്താണ് തയ്യാറാക്കേണ്ടത് എന്നുള്ളത് താഴെ കാണുന്ന ആ മനോഹരമായിട്ടുള്ള ബോക്സിൽ നിന്നും നമ്മൾ കൃത്യമായിട്ട് വായിച്ചിട്ട് അത് മനസ്സിലാക്കണം. അപ്പൊ ഓരോന്നായിട്ട് നമുക്ക് വായിച്ചു നോക്കാം. ജൂലിയ ഓർ ലൂണ की अनोखी दोस्ती का किस्सा दुनिया भर में मशहूर हो गया. എന്താ അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ജൂലിയ ഓർ ലൂണ, നമ്മുടെ ഹെഡിങ് ആണ് ജൂലിയയും ലൂണയും. കി അനോഖി ദോസ്തി എന്ന് പറഞ്ഞാൽ, അനോഖി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിചിത്രമായ അല്ലേ, വിചിത്രമായ അല്ലെങ്കിൽ യുണീക്ക് ആയിട്ടുള്ള എന്നൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറയാം, യുണീക്ക് ആയിട്ടുള്ള ആ ഒരു ദോസ്തി അല്ലേ. ദോസ്തി പറഞ്ഞാൽ ആ സൗഹൃദം, ആ ഒരു കൂട്ടായ്മ അല്ലെ, സൗഹൃദം. നമ്മുടെ ജൂലിയയും ലൂണയും തമ്മിലുള്ള ആ സൗഹൃദത്തിന്റെ കിസ്സ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റോറിയാണ് അഥവാ കഥയാണ് അല്ലെ. അവർ തമ്മിലുള്ള ആ ഒരു കിസ്സ അല്ലെങ്കിൽ ആ ഒരു സ്റ്റോറി. ദുനിയാ ബർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോകം മുഴുവൻ അല്ലെ, ലോകം ബർ എന്ന് പറഞ്ഞാൽ മുഴുവൻ. എന്തായടാ, മഷ്ഹൂർ ഹോഗയ എന്ന് പറഞ്ഞാൽ പ്രശസ്തമായി അല്ലെങ്കിൽ ഫേമസ് ആയി ഇവരെ ഈ കഥ, പ്രശസ്തമായി അല്ലെ, പ്രശസ്തമായി എന്ന് പറയാം. അപ്പൊ ആദ്യത്തെ വരിയിൽ പറഞ്ഞാൽ ആ ജൂലിയയും ലൂണയും തമ്മിലുള്ള ആ വിചിത്രമായ അല്ലെങ്കിൽ യുണീക്ക് ആയിട്ടുള്ള സൗഹൃദത്തിന്റെ കഥ ലോകം മുഴുവൻ എന്തായി, ആ ലോകം മുഴുവൻ പ്രശസ്തമായി അല്ലെങ്കിൽ അറിയപ്പെട്ടു. എല്ലാവരും ഈ സംഭവം അറിഞ്ഞു, ഇങ്ങനെ ഒരു സംഭവം ഉണ്ട്. നമ്മുടെ ലൂണയെ മുറിക്കാൻ വേണ്ടിയിട്ട് ആളുകൾ, ബലവാന്മാരായ ആളുകൾ വന്നപ്പോൾ ലൂണ എന്ത് ചെയ്തു, അവരെ തടയുകയും മരത്തിന് മുകളിൽ കയറിയിരിക്കുന്നു. ഈ സംഭവങ്ങൾ എന്ത് ചെയ്തു, എല്ലായിടത്തും അറിഞ്ഞു. അതിനുശേഷം അങ്ങോട്ട് പറയണേ, കഹി കഹി ലൂണാക്കെ സംരക്ഷൺ പർ പോസ്റ്റർ നിക്കൽനെ ലഗേ. ഇത്തരത്തിലുള്ള സംഭവം ലോകം മുഴുവൻ അറിഞ്ഞപ്പോൾ എന്ത് ചെയ്തു, കഹി കഹി പറഞ്ഞാൽ ചില സ്ഥലങ്ങളിൽ, അതായത് ചില സ്ഥലങ്ങളിൽ എന്തായി അല്ലേ, ചില സ്ഥലങ്ങളിൽ ലൂണാക്കെ സംരക്ഷൺ പർ പോസ്റ്റർ നിക്കൽനെ ലഗേ അല്ലേ, ചില സ്ഥലങ്ങളിൽ എന്താകാൻ തുടങ്ങി, ചില സ്ഥലങ്ങളിൽ നമ്മുടെ ലൂണയ്ക്ക് വേണ്ടിയുള്ള അല്ലെ, ലൂണയുടെ സംരക്ഷണത്തിനായി അല്ലെ, ലൂണയുടെ സംരക്ഷണം അല്ലെ, ലൂണയുടെ സംരക്ഷണവുമായി ബന്ധപ്പെട്ട് പോസ്റ്റർ നിക്കലിനേലേക്ക് പോസ്റ്റർ പ്രത്യക്ഷപ്പെടാൻ തുടങ്ങി, പോസ്റ്റർ ഇങ്ങനെ വരാൻ തുടങ്ങി. എന്നിട്ട് നമ്മളോട് പറയുന്നുണ്ട്, ആപ്പ് ബി ലൂണ കെ സംരക്ഷൺ പർ പോസ്റ്റർ തയ്യാർ കരേ. ലൂണയുടെ സംരക്ഷണത്തിനായി നമ്മളോട് എന്ത് ചെയ്തു, നമ്മളോടും പറഞ്ഞൊരു പോസ്റ്റർ തയ്യാറാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളോട് പറഞ്ഞിട്ടുള്ളത്. എന്താണ് പോസ്റ്ററിന്റെ മെയിൻ വിഷയം, എന്താണ്, ലൂണ കെ സംരക്ഷണാണ്. അപ്പൊ അത് നമ്മൾ കൃത്യമായിട്ട് നമ്മൾ എന്ത് ചെയ്തു, ആദ്യം ഐഡന്റിഫൈ ചെയ്തു എന്നുള്ളതാണ്. അപ്പൊ അത് ഓക്കെ ആണല്ലോ, അതുവരെ ക്ലിയർ ആണല്ലോ. അപ്പൊ ചോദ്യം നമ്മൾ കൃത്യമായിട്ട് നമ്മൾ ആദ്യം വായിച്ചു നോക്കി. ആദ്യം നമ്മൾ വായിക്കുമ്പോൾ ചോദ്യം മനസ്സിലായിട്ടില്ലെങ്കിൽ രണ്ടാമത് ഒരിക്കൽ കൂടി വായിക്കണം. നമുക്ക് ചോദ്യം വായിച്ചു കഴിഞ്ഞാൽ അതിന്റെ ഉത്തരം എഴുതാനുള്ള അതിൽ നിന്ന് കിട്ടും. അപ്പൊ നമ്മുടെ പാഠഭാഗമൊക്കെ നമ്മൾ സെറ്റാക്കി മനസ്സിലാക്കി. നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ട ഒരു സംഭവം ഉണ്ട്, ജൂലിയ ഓർ ലൂണ എന്നുള്ളത്. ജൂലിയ ആരാണ്, ലൂണ ആരാണ് എന്നുള്ളതൊക്കെ നമ്മൾ എന്ത് ചെയ്യണം, ആദ്യം നമ്മൾ എന്ത് ചെയ്യണം, മനസ്സിലാക്കി വെക്കണം. മനസ്സിലായോ? അപ്പൊ ജൂലിയ ആരാ, ലൂണ ആരാ എന്നുള്ളതൊക്കെ നമ്മൾ എന്ത് ചെയ്തു, ആദ്യം മനസ്സിലാക്കും. അപ്പൊ നമ്മുടെ രണ്ട് ക്യാരക്ടേഴ്സിൽ ഒന്ന് ആരാണ്, ഒന്ന് മരവും അതേപോലെ രണ്ടാമത് ആ പെൺകുട്ടിയുമാണ് എന്നുള്ളത് നമ്മൾ എന്ത് ചെയ്തു, അടിപൊളിയായിട്ട് മനസ്സിലാക്കി.
അല്ലേ? അപ്പൊ നമുക്ക് ഈ ചിത്രത്തിൽ ഇതിന്റെ ഒരു ബ്രീഫ് ഇൻട്രൊഡക്ഷൻ തന്നെ നമുക്ക് പറയാൻ പറ്റും അല്ലേ? ആ മരം മുറിക്കാൻ വേണ്ടി ബലവാന്മാരായ ആളുകൾ വന്നപ്പോ നമ്മുടെ ഈ പെൺകുട്ടി അതിന്റെ മുകളിൽ കയറി മരം മുറിക്കാൻ സമ്മതിക്കാതെ നിന്നു അല്ലേ? അപ്പൊ അതിനെ ഇറക്കാൻ വേണ്ടിയിട്ട് അവര് ശബ്ദത്തിൽ എന്ത് ചെയ്തു, ഒച്ചയുണ്ടാക്കുന്നുണ്ട് അല്ലേ? മരം മുറിക്കുന്നത് ഇവർ ഇറങ്ങാൻ വേണ്ടിയിട്ട് താഴെ കാത്തു നിൽക്കുന്നുണ്ട്. ഈ ചിത്രങ്ങളൊക്കെ നമുക്ക് തെളിഞ്ഞു വന്നു. ഇനി നമുക്ക് ഇത്തരത്തിലാണ് ആ പോസ്റ്റർ തയ്യാറാക്കേണ്ടത്. അപ്പൊ ചില ആളുകൾ പോസ്റ്റർ എന്നൊക്കെ പറയുമ്പോൾ പെട്ടെന്ന് ചിലപ്പോൾ ഇങ്ങനെയൊക്കെ തയ്യാറാക്കും. ഇതെന്താണ്? ഇത് പ്ലക്കാർഡാണ്. അപ്പൊ അത് എന്റെ മക്കൾ എന്ത് ചെയ്യണം, മനസ്സിലാക്കി വെക്കണം. അപ്പൊ ഇത് ഇത്തരത്തിൽ സിമ്പിൾ ആയിട്ട് നമുക്ക് എഴുതാം. അപ്പൊ നമുക്ക് എത്തരത്തിൽ നോക്കാം. നോക്കിക്കോ മക്കളെ. ബഡേ കാ സമ്മാൻ കരേ 1000 സാൽ പുരാനെ പേട് ലൂണ കോ ബച്ചാവോ. നമുക്ക് ആദ്യം ഇത്തരത്തിൽ മനോഹരമായിട്ട് ആദ്യം തന്നെ നമുക്ക് ലൂണയെ കുറിച്ച് എന്ത് ചെയ്യാം, എഴുതാം. ലൂണ ആരാണ്? നമ്മുടെ മരമാണ്. അപ്പൊ അതിനെക്കുറിച്ച് നമ്മൾ എന്ത് ചെയ്തു, ഫസ്റ്റ് എന്ത് ചെയ്യാണ്, ഒരു ബ്രീഫായിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, അതിന്റെ സംരക്ഷണവുമായി ബന്ധപ്പെട്ട് നമ്മൾ എഴുതുന്നു. ബഡേ കാ സമ്മാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയ ആളുകളുടെ അല്ലെ, വലിയ ആളുകളുടെ അല്ലെങ്കിൽ വലിയ ആളുകളെ എന്ത് ചെയ്യണം എന്നാ പറഞ്ഞേ, ആളുകളെ എന്ത് ചെയ്യണം എന്നാ പറഞ്ഞേ, റെസ്പെക്റ്റ് അല്ലെ, റെസ്പെക്റ്റ് എന്ത് ചെയ്യൂ, ചെയ്യൂ അല്ലേ? കരേ എന്ന് പറഞ്ഞാൽ ചെയ്യൂ. 1000 സാൽ പുരാനെ പേട് ലൂണാക്കോ ബച്ചാവോ അല്ലേ? എന്താ അങ്ങനെ പറഞ്ഞാൽ? 1000 സാൽ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം 1000 വർഷം. പുരാനെ എന്ന് പറഞ്ഞാൽ പഴക്കമുള്ള നമ്മുടെ പേടാരാണ് അല്ലേ? പേടാരാണ്? ലൂണാണ്. അപ്പൊ ആ പേടിന് 1000 വർഷം മരമുള്ള ആ മരത്തെ ലൂണാക്കോ ബച്ചാവോ അല്ലെ, ആ ലൂണയെ എന്ത് ചെയ്യൂ, സംരക്ഷിക്കൂ എന്ന് പറഞ്ഞു. ബച്ചാവോ എന്ന് പറഞ്ഞാൽ സംരക്ഷിക്കൂ. കണ്ടോ? അത്തരത്തിൽ നമ്മൾ എഴുതി. ഇനി ജൂലിയയുമായി ബന്ധപ്പെട്ട് ഒന്നും കൂടി എഴുതി കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യും, അത് നമുക്ക് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് സാധിക്കും. അപ്പൊ ജൂലിയയെ കുറിച്ച് നമ്മൾ എന്ത് ചെയ്യാം, മൃജി പറയാണ്, ആയിയേ വരൂ ഹം ബി ജൂലിയ കാ സാത്ത് ദേ. വരൂ നമ്മൾക്കും എന്ത് ചെയ്യാം, ജൂലിയയുടെ കൂടെ നിൽക്കാം. ഈ മരം മുറിക്കരുത് എന്ന് ദൃഢ നിശ്ചയം എടുത്തുകൊണ്ട് അതിന്റെ മുകളിൽ തന്നെ 738ഓളം ദിവസം നിന്ന ജൂലിയയുടെ സാത്ത് ദേ എന്ന് പറഞ്ഞാൽ നമുക്കും എന്ത് ചെയ്യാം, ഹം ബി അല്ലെ, നമ്മൾക്കും എന്ത് ചെയ്യാന്നാ പറഞ്ഞേ, ജൂലിയ കെ സാത്ത്, ജൂലിയയുടെ കൂടെ എന്ത് ചെയ്യാം, ദേ എന്ന് പറഞ്ഞാൽ നിൽക്കാം എന്നുള്ള അർത്ഥം, നിൽക്കാം. ഹമാര ഭവിഷ്യ കെ ലിയേ, എന്താ അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ, ഹമാര ഭവിഷ്യ കെ ലിയേ അല്ലെ, നമ്മുടെ ഫ്യൂച്ചറിന് വേണ്ടി എന്നാണ് പറഞ്ഞത്. ഭവിഷ്യ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ എന്താ, ഫ്യൂച്ചർ ആണ് അല്ലെ, ഫ്യൂച്ചറിന് വരാനിരിക്കുന്ന കാലഘട്ടം അല്ലെ. ഫ്യൂച്ചർ ലിയേ എന്ന് പറഞ്ഞാൽ വേണ്ടി, ഫ്യൂച്ചറിന് വേണ്ടി. അപ്പൊ ഇത്തരത്തിൽ നമുക്ക് സിമ്പിളായിട്ട് ഈ പറഞ്ഞ ചോദ്യത്തിനുള്ള പോസ്റ്റർ നമുക്ക് തയ്യാറാക്കാം. ലൂണാക്കെ സംരക്ഷൺ പെർ പോസ്റ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് സിമ്പിളായിട്ട് എൻ്റെ മക്കൾ മനസ്സിലാക്കി വെച്ചോ. 4 മാർക്ക് സിമ്പിളായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇങ്ങോട്ട് നേടാൻ പറ്റും. ഇത് ചിലപ്പോൾ ഒരു പാരഗ്രാഫ് തന്നിട്ട് അതിൽ നിന്നും 2 ചോദ്യങ്ങളൊക്കെ ആയിട്ടും ഇതിൻ്റെ ഉള്ളിൽ ഒരു ചോദ്യം എന്തായാലും ഇത് നമുക്ക് മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആണ്. ഈ മാറിയ സിലബസിൽ ഒരു പോസ്റ്റർ ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ചോദ്യം തന്നെയാണ് എന്നുള്ളതാണ് അനസാറിന് നിങ്ങളോട് പറയാനുള്ളത്. അപ്പോൾ സിമ്പിളായിട്ട് എന്ത് ചെയ്യണം, ഇത് പഠിച്ചു വെക്കണം. ജൂലിയ ഓർ ലൂണ എന്ന് പറയുമ്പോൾ ഈ ഒരു പോസ്റ്റർ നിങ്ങൾ പരീക്ഷയ്ക്ക് പോകുമ്പോൾ എല്ലാവരും അറിഞ്ഞിരിക്കണം. സിമ്പിളാണ് എന്നുള്ളതാ. ഓക്കെ ആണോ? ക്ലിയർ അല്ലേ? യെസ്. അപ്പൊ ഇതാണ് നമ്മുടെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള നമ്മുടെ ആ ഒരു പോസ്റ്റർ. മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഷുവർ ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ഒരിക്കൽ കൂടി പറയുന്നത്, കൃത്യമായിട്ട് പഠിച്ചു വെക്കുക. നിങ്ങളുടെ കൂട്ടുകാർക്കും ഈ വീഡിയോ അയച്ചു കൊടുക്കുക. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായം കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അഗല വീഡിയോ മേ അൻസാർ ഫിർ മിലേഗാ. സബ്കാ बहुत बहुत शुक्रिया. बाय बाय.